ഹായ് ഹലോ നമസ്കാരം. പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളം മുൻകാല ചോദ്യങ്ങൾ. ഓൾറെഡി നമ്മൾ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് മുൻകാല ചോദ്യങ്ങളും അല്ലെങ്കിൽ മോഡലായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള നമ്മുടെ LP-UPക്ക് എന്നല്ല മറ്റ് ചില പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കാരണം ആ ചോദ്യങ്ങൾ നമുക്ക് എന്താണ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് മോഡലായിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു മോക്ക് ടെസ്റ്റായിട്ട് നിങ്ങൾ എഴുതി നോക്കൂ. 10 ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒപ്പം ഈ ഒരു ക്ലാസ്, ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ LP-UPക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ് 70-ലധികം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ പരീക്ഷകൾ അടങ്ങുന്ന ആ ഒരു സീരീസ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഈ പറയുന്ന ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് 70-ലധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് 7000-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിനവരോട് ലഭിക്കും. ഒപ്പം 5 മുതൽ 10 വരെയുള്ള SCRT സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും PDF ലഭിക്കുന്നു. അതുപോലെ തന്നെ 2023-24 കറണ്ട് അഫെയർ, മന്ത്ലി കറണ്ട് അഫെയർ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു PDF രൂപത്തിൽ. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന പാക്കേജിന് ഇപ്പോൾ നിങ്ങൾക്ക് 249 രൂപ മാത്രമാണ് വരുന്നത്. LPക്കും UPക്കും സെയിം സിലബസാണ്, അറിയാലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. താല്പര്യമുള്ളവർ വിളിക്കുക. ഓക്കെ, നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ. നോക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ: SK പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? SK പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? ഒരു തെരുവിൻ്റെ കഥ, നൈൽ ഡയറി, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, ഒരു ദേശത്തിൻ്റെ കഥ. അതൊക്കെ ആരുടെയാണെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് SK പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഏത് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. അടുത്ത 2, മറുപിറവി എന്ന നോവൽ രചിച്ചത് ആരാണ്? മറുപിറവി എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ്? M. മുകുന്ദൻ, ആനന്ദ്, സേതു, P. വത്സല. ഓക്കെ, ഇവരിൽ ആരാണ് മറുപിറവി എന്ന് പറയുന്ന നോവൽ രചിച്ചത്? ആലോചിച്ചിട്ട് എഴുതിയാൽ മതി, പക്ഷെ ഒരുപാട് ആലോചിക്കണ്ട. അടുത്തത്: ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? കേശവദേവ്, T. പത്മനാഭൻ, M. മുകുന്ദൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ. ആരാണ്? ഓക്കെ, ഇതൊക്കെ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്: കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കും. ഓക്കെ, ഒന്നാമത്തെ കാര്യം. 2, കടുത്ത വേനലിൽ വൃക്ഷങ്ങൾ ഇല പൊഴിക്കും. 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കും, കടുത്ത വേനലിൽ വൃക്ഷങ്ങൾ ഇലവൊഴിക്കും. 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഈ വാക്യങ്ങൾ ചേർത്തെഴുതുകയാണെങ്കിൽ, ഈ 2 വാക്യങ്ങളായിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ ചേർത്ത് ഒറ്റ വാക്യമായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കൂ: കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിച്ച് വൃക്ഷങ്ങൾ ഇലവൊഴിക്കും എന്നാണോ ആവുന്നത്? അതല്ലെങ്കിൽ വേനൽ കടുക്കുമ്പോൾ ചെടികളും വൃക്ഷങ്ങളും ഇലവൊഴിച്ച് നശിക്കും എന്നാണോ വരിക? അതല്ലെങ്കിൽ കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇലവൊഴിക്കുകയും ചെയ്യും എന്നാണോ വരിക? അല്ലെങ്കിൽ കടുത്ത വേനലിലും ചെടികളും വൃക്ഷങ്ങളും ഇലപൊഴിക്കുകയും നശിക്കുകയും ചെയ്യും. എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ 2 വാക്യങ്ങളെ ചേർത്തെഴുതിയിട്ട് ഒറ്റ വാക്യമാക്കുമ്പോൾ ഈ ABCDയിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് നോക്കി വായിച്ചിട്ട് എഴുതുക. സമയമായിട്ടൊരു പോസ് ചെയ്തോളൂ. അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ: 4 ആൾ കൂടിയാൽ പാമ്പു ചാകില്ല. ഇത് മറ്റൊരു രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൾ കൂടിയാൽ പാമ്പു ചാകില്ല എന്നുള്ള രീതിയിലും കേട്ടിട്ടുണ്ടാവും. ഇത് മറ്റൊരു രീതിയിലാണ്. 4 ആൾ കൂടിയാൽ പാമ്പു ചാകില്ല എന്ന ശൈലിയുടെ ആശയം എന്താണ്? അർത്ഥം എന്താണ്? നോക്കൂ, 4 ആൾ അല്ലെങ്കിൽ 4 ഒരു അശുഭ സംഖ്യയാണ് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. എന്താണ്? 4 ആൾ കൂടിയാൽ പാമ്പു ചാകില്ല എന്നതിൻ്റെ ശൈലിയുടെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലെന്താണ് പറഞ്ഞത്? 4 ഒരു അശുഭ സംഖ്യയാണ്. ഓപ്ഷൻ എ. അടുത്ത ഓപ്ഷൻ ബി: ആൾക്കാരുടെ എണ്ണം കൂടും തോറും പാമ്പിന് രക്ഷപ്പെടാൻ എളുപ്പമാണ്. ഓക്കെ. ഓപ്ഷൻ സി: ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം വരും. ഇനി ഓപ്ഷൻ ഡി നോക്കൂ: പാമ്പിനെ കൊല്ലാൻ ഒരാൾ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഈ ഒരു ശൈലിക്ക് കറക്റ്റായിട്ട് വരുന്നത് വാക്ക് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, 5, 6 കഴിഞ്ഞ 6ാമത്തെ നോക്കൂ: അവഗാഹം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അർത്ഥം എന്താണ്? അവഗാഹം എന്ന പദത്തിൻ്റെ അർത്ഥം: അറിവില്ലായ്മ, ആഴത്തിലുള്ള അറിവ്, അടിത്തട്ട്, അസംബന്ധം. ഇതിലേതാണ് അവഗാഹം എന്ന പദത്തിൻ്റെ അർത്ഥം? ഓക്കെ. അടുത്തത് 7 നോക്കൂ: എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ്. ഓക്കെ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, അതാണ് കൃതി. ഓക്കെ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ്: ആറ്റൂർ രവിവർമ്മ,
ആർ രാമചന്ദ്രൻ, സച്ചിദാനന്ദൻ, ഒളപ്പമണ്ണ. ഇവരിൽ ആരാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ്? ഓക്കെ അല്ലേ? അടുത്തത് 8 നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പദം ഏത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പുനർചിന്ത, പുനർചിന്ത, പുനഃചിന്ത, പുനഃചിന്ത. ഇതിലേതാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള നോക്കുക, എന്നിട്ട് എഴുതുക. മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ. അടുത്തത് 9 നോക്കൂ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? തൂലികാനാമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ ശ്രീകുമാർ, പി സച്ചിദാനന്ദൻ, പി സി ഗോപാലൻ, ആനന്ദക്കുട്ടൻ. ഇവരിൽ ആരാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? അടുത്ത ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിസ്മൃതി എന്നതിൻ്റെ അർത്ഥം എന്താണ്? വിസ്മൃതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തിരിച്ചറിവ്, ബോധം, മറവി, ഓർമ്മ. തിരിച്ചറിവ്, ബോധം, മറവി, ഓർമ്മ. ഇതിലേതാണ് വിസ്മൃതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ അല്ലേ? ഇപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ആ 10 എണ്ണത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മളതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാൻ നോക്കുക. എസ്.കെ. പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? അത് ഒരു ദേശത്തിൻ്റെ കഥ. ഓപ്ഷൻ ഡി, ഒരു ദേശത്തിൻ്റെ കഥ. നമുക്കറിയാം, ഒരു തെരുവിൻ്റെ കഥ, നെയിൽ ഡയറി, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നതെല്ലാം അല്ലേ ഒരു ദേശത്തിൻ്റെ കഥ. എല്ലാം ആരുടെയാണ്? അത് എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ്. അതിവിടെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് കൃതിയാണ് എസ്.കെ. പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയത് എന്ന് ചോദിച്ചാൽ അത് ഒരു ദേശത്തിൻ്റെ കഥ. ഇവിടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ. അടുത്ത് നോക്കൂ. മറുപിറവി എന്ന നോവൽ രചിച്ചത് ആര്? മറുപിറവി ആരറിയോ? അത് സേതുവാണ്. മറുപിറവി എന്ന നോവൽ രചിച്ചത് സേതു. അടുത്ത് നോക്കൂ. ഒരു പ്രശസ്ത നോവലിലെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആര്? രഘു, അമ്മുലു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ അതേ കഥാപാത്രങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏതാണ് ആ നോവൽ എന്നറിയോ? അത് വേരുകൾ എന്ന് പറയുന്ന നോവലാണ്. ഏതാണ്? വേരുകൾ. ഓക്കെ, വേരുകൾ. ഓക്കെ. അപ്പോൾ ഡിഗ്രിക്കൊക്കെ നേരത്തെ പഠിച്ചവരുണ്ടാവും. ഈ വേരുകൾ എന്ന് പറയുന്ന ആ ഒരു നോവൽ പഠിച്ചവരുണ്ടാവും. അത് ആരുടെയാണ് ഈ നോവൽ? വേരുകൾ എന്ന് പറയുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ എന്ന് പറയുന്ന നോവലിലെ ഒരു കഥാപാത്രമാണ്, പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രഘു എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്. കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കും, കടുത്ത വേനലിൽ വൃക്ഷങ്ങൾ ഇലപൊഴിക്കും. ഈ വാക്യങ്ങൾ ചേർത്തെഴുതിയാൽ എങ്ങനെ വരും? നോക്കുക. കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇലപൊഴിക്കുകയും ചെയ്യും. അതാണ് ഈ പറയുന്ന 4 എണ്ണത്തിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയത്. ഓപ്ഷൻ സി, കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി നശിക്കുകയും വൃക്ഷങ്ങൾ ഇലപൊഴിക്കുകയും ചെയ്യും. അത് പഠിച്ചു വെക്കുക. ഓക്കെ. പഠിക്കുക മീൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത 5. 4 ആൾ കൂടിയാൽ പാമ്പു ചാകില്ല എന്ന ശൈലിയുടെ ആശയം അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൾ കൂടിയാൽ പാമ്പു ചാവില്ല അല്ലേ? എന്താണ്? 4 പേര് കൂടുന്ന സമയത്ത് 4 പേർക്കും 4 അഭിപ്രായമായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. നോക്കൂ, ഇവിടെ ഓപ്ഷൻ സി, ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് എന്ത് ചെയ്യും? തടസ്സം വരും. അതുകൊണ്ട് തന്നെയാണ് 4 ആൾ കൂടിയാൽ പാമ്പു ചാകില്ല, അല്ലെങ്കിൽ ആൾ കൂടിയാൽ പാമ്പു ചാകില്ല എന്ന ശൈലി. അല്ലാണ്ട് പാമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കറിയാലോ, ശൈലിയാണത്. അപ്പോൾ ഓപ്ഷൻ സി, ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം വരുമെന്ന് പറയുന്ന ആ ഒരു വാക്കാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് പറയാനായിട്ട്, അല്ലെങ്കിൽ ആശയമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അടുത്ത നോക്കൂ. 6. അവഗാഹം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥമാണ് ആഴത്തിലുള്ള അറിവ്. ഓക്കെ, ആഴത്തിലുള്ള അറിവാണ്. ഓപ്ഷൻ ബി, ആഴത്തിലുള്ള അറിവാണ് അവഗാഹം എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം. അടുത്ത് നോക്കൂ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ, കേട്ടോ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്? അത് സച്ചിദാനന്ദനാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ്. ഓക്കെ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറയുന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് സച്ചിദാനന്ദൻ്റെയാണ്. അടുത്ത് നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക. പുനർചിന്ത, പുനർചിന്ത ഇങ്ങനെ തന്നിട്ടുണ്ട്. പുനഃചിന്ത, പുനഃചിന്ത അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടല്ലേ? ഏതാണത്? കറക്റ്റായിട്ട് നമ്മൾ ഓപ്ഷൻ എയിൽ പറയുന്ന പുനർചിന്ത എന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, പുനർചിന്ത. അടുത്തത് 9. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി സച്ചിദാനന്ദൻ. പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി സച്ചിദാനന്ദൻ. അടുത്ത 10 നോക്കൂ. വിസ്മൃതി എന്നതിൻ്റെ അർത്ഥം എന്താണ്? വിസ്മൃതിയിലെ എന്താണ്? മറവി. വിസ്മൃതി, മറവി. ഓക്കെ.
വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ 10 നമ്മൾ എഴുതിയല്ലോ. ഈ 10 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ആവശ്യമുള്ള ഒരു മോഡൽ പരീക്ഷകൾ 7000-ലധികം 70 ചോദ്യങ്ങൾ അടങ്ങി മീൻസ് 70 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആവശ്യമുള്ളവർ 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. 249 രൂപ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എഴുതുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സോ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.